തോന്നുന്നു സമാനമായ രീതിയിൽ ഒരു സംസ്ഥയുടെ നേതാവ് ഒരു കുട്ടിക്ക് സമ്മാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഈ കുട്ടികൾക്ക് പരാതിയില്ലായിരുന്നു, രക്ഷിതാക്കൾക്ക് പരാതിയില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പിന്നെ മുസ്ലിയാരെ ശിക്ഷിച്ചോ? പക്ഷെ അന്ന് ആ കേസെടുത്തിരുന്നു. അതെ, ശിക്ഷിച്ചോ? അല്ല, ശിക്ഷിച്ചോ? എന്നിട്ട് അതെന്തായിരുന്നു പ്രശ്നം? അതും ഇതും നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. അല്ല, സമാന സംഭവമല്ല. അല്ല, അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ ക്ഷണിച്ചു. ആ കുട്ടി പെൺകുട്ടിയാണ്, കുറച്ച് മുതിർന്ന കുട്ടിയാണ്. ആ കുട്ടിയെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിച്ചതാണ് പ്രശ്നം. നമ്മൾ അങ്ങനെയാണോ ചോദിച്ചത്? കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതിലെല്ലാ കുട്ടികളും, ഒരു കുട്ടി മാത്രമാണ് തെറ്റുവരുത്തിയത്. ഒരു ലാ മാ എന്നുള്ളതിന് പകരം ലാ എന്ന് എഴുതിയത്, അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിനെന്താ തെറ്റ്? അല്ല, അതിനെന്താണ്? നമുക്കിപ്പോ ഒരു കാര്യം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ന് യഥാർത്ഥത്തിൽ തിരുത്തി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ മയ കുയി എന്നൊക്കെ പറയോ? അല്ല, അത് പറയും. ആരാ പറഞ്ഞത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന്? അല്ല, എനിക്ക് കേസെടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. ഞാൻ പ്രശ്നമില്ലാന്നല്ലേ പറഞ്ഞത്. എനിക്ക് പ്രശ്നമില്ല. അല്ലല്ല, അങ്ങനെ ഒരു കുട്ടിക്ക് അപമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി പിന്നെ വേദിയിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കണം. ആരാണ് ഈ കുട്ടിയെ അങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാതെ ഇറക്കി വിട്ടാൽ തീർച്ചയായിട്ടും എനിക്കെതിരെ കേസെടുക്കണം. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അല്ല, അങ്ങനെ ആ കുട്ടി പറയട്ടെ. ആയിക്കോട്ടെ, ഇത് പറഞ്ഞോട്ടെ, എനിക്കെതിരെ കേസെടുത്തോട്ടെ. എന്നിട്ട് ആ മുസ്ലിയാരെ ജയിലിലിട്ടോ? അല്ല, ഞാൻ പറഞ്ഞത് കേസെടുത്തു, ശരി. എന്നിട്ട് മുസ്ലിയാരെ ജയിലിലിട്ടോ? എന്തായിരുന്നു മുസ്ലിയാർക്കെതിരെ? അത് പറഞ്ഞ മുസ്ലിയാർക്കെതിരെ എന്ത് ശിക്ഷയാണ് ബാലാവകാശ കമ്മീഷൻ കൊടുത്തത്? അല്ല, എനിക്ക് കേസെടുത്തോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനല്ല. ഞാൻ ശിക്ഷ ഇല്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാപരാധത്തിന്റെ പേരിൽ KT ജയിലിൽ നമ്മളെ മുൻ ലോകായുക്ത ശ്രീ ജോസഫ് ചെയ്തതുപോലെ ഏകപക്ഷീയമായി നമ്മളെ കേൾക്കാതെ പിന്നെ ശിക്ഷ വിധിക്കട്ടെ. കാര്യങ്ങൾ ശരിയാകുമെന്ന് ഒരു വിഭാഗം അധ്യാപകർ കരുതുന്നു എന്നാണ് പറയുന്നത്. അതായത് വടിയെടുത്തിട്ടില്ലല്ലേ? പൊതുവേദിയിൽ ഈ തരത്തിലുള്ള ഒരു പ്രശ്നമില്ല. അതിന് നിങ്ങൾക്കേ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ ഏഷ്യാനെറ്റിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വണ്ണിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അല്ലാതെ കുട്ടികൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണ് ഒക്കെ ലീഗരും ജമാഅത്തുകാരും പോയി? അല്ല, അതല്ലാന്ന് അതൊക്കെ എന്റെ അതൊക്കെ അങ്ങനെയല്ല ജമാഅത്തുകാരല്ലേ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാല് അതിൽ ഓടി വന്നിട്ട് അതിൽ പിന്നെ എതിർ കമന്റ് ഇടുന്നത് മൊത്തം ലീഗുകാരാണ്. ഈ പ്രൊഫൈൽ നോക്കിക്കോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവും. ഈ രണ്ടും അല്ലാത്ത കോൺഗ്രസ്സുകാർ പോലും വളരെ കുറവാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എനിക്കത് പൊതുവേദിയായിട്ടല്ല തോന്നിയത്. എനിക്കൊരു ക്ലാസ് റൂമായിട്ടാണ് അത് തോന്നിയത്. കാരണം ആ പരിപാടി നടന്നത് ഒരു ഗവൺമെന്റ് UP സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആണ്. ആ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വേറെ ഒരാൾ പങ്കെടുത്തിട്ടില്ല.